ഇക്കുറി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ തീരുമാനമുണ്ടാകും. ഒന്ന്, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന പിണറായി വിജയൻ ഇനി അധികാരത്തിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. മറ്റൊന്ന്, കേരളത്തിൽ BJP എത്ര സീറ്റ് പിടിക്കും. ഇതാണ് വളരെ പ്രധാനമായിട്ടും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എത്ര സീറ്റ് ഇവിടെ പിടിക്കും എന്നുള്ളതായിരുന്നു പ്രധാന നോട്ടം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമോ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമോ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു. എന്തായാലും പലരുടെയും പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായത്. അതും ഏവരെയും ഞെട്ടിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിജയവുമായിരുന്നു, 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അപ്പോൾ BJPക്ക് കേരളം ബാലികേറാമലയല്ല എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. നേമത്തുണ്ടായ വിജയം 2016. അപ്പോൾ നമ്മൾ ഓർക്കണം, ത്രിപുരയിലും മറ്റും ബാലികേറാമലയായിട്ടാണ് അനുഭവപ്പെട്ടത്. അവിടം BJP ഭരണം വരെ പിടിച്ചെടുത്തു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെ അധികാരത്തിലേക്ക് എത്തിയ BJPക്ക് കേരളം ഒരിക്കലും ബാലികേറാമലയല്ല എന്നാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നത്. BJPക്ക് എപ്പോഴും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ബ്രെയിനുണ്ട്. അത് RSS ആണ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഇപ്പോൾ അതിൻ്റെ 100ാം വർഷത്തിലേക്കാണ്, ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുകയാണ്. RSS എന്ന് പറയുന്നത് ആ സംഘടന വളരെ നിശബ്ദമായിട്ടുള്ള പ്രവർത്തനമാണ്. 2 തവണ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് കടന്നു വന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ ബ്രെയിനാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി RSSകാരനാണ്. RSSന്റെ ആ 100ാം വർഷത്തിലെ ആഘോഷ പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കുചേരുന്നു. RSSുമായിട്ട് ഒരിക്കലും BJP ഇടങ്കോലിടുകയോ യാതൊരു കാരണവശാലുള്ള പിണക്കവും ഉണ്ടാകാറില്ല. ഏതെങ്കിലും തരത്തിലുള്ള അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ പോലും പ്രതിഫലിപ്പിക്കും. നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് അവിടെ വാരാണസിയിലെ നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ RSSന്റെ ഒരു ചെറിയ നിസ്സഹകരണം ഉണ്ടായി. അതുകൊണ്ട് എന്തുപറ്റി? ഭൂരിപക്ഷം കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ RSSന്റെ കൈകളിൽ ആകും പലപ്പോഴും മണ്ഡലങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് വിജയം ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള മണ്ഡലങ്ങൾ RSSന്റെ കൈകളിൽ തന്നെയായിരിക്കും. കാരണം അവർക്ക് മറ്റ് ലാഭേച്ഛയൊന്നുമില്ലാതെ അവരുടെ ഒരു ബ്രെയിനാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് BJPയുടെ സംസ്ഥാന നേതാക്കളെ അടുപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. RSS അതിൻ്റെതായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ 2026 തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിശബ്ദമായിരിക്കും. കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ RSSന്റെ കൈകളിലായിരിക്കും നില ഭദ്രമാകുന്നത്. കേരളത്തിലെ ഇക്കുറി നമുക്കറിയാം, ഇക്കുറി വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ ആയിരിക്കും 2026 അഭിമുഖീകരിക്കാൻ പോകുന്നത്. 5 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും RSSന്റെ കൈകളിൽ ഉണ്ടാവുക. എന്ന് വിചാരിച്ച് മറ്റു മണ്ഡലങ്ങൾ 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 9 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക്. അപ്പോൾ ഈ 5 മണ്ഡലങ്ങൾ അല്ലാതെ മറ്റു മണ്ഡലങ്ങളിൽ RSSന്റെ നിയന്ത്രണം ഇല്ല എന്നല്ല അർത്ഥം. അവിടെയും ഉണ്ട്. 5 മണ്ഡലങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. കാരണം അവിടെ ഈ 5 മണ്ഡലങ്ങൾ നിയമസഭയിൽ എത്തിക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ്
നടത്തുന്നത്. RSSന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിൻ്റെ അടിത്തട്ടിലായിരിക്കും. ഇത് മറ്റു പാർട്ടിക്കാർക്ക് പോലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം CPMന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ RSSന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 5 മണ്ഡലങ്ങൾ പിടിച്ചേ അടങ്ങൂ എന്നുള്ളതാണ്. കാരണം RSS നോട്ടമിട്ടു, RSS ആ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വിജയിച്ചു എന്നർത്ഥമാണ്. ഇതിൽ ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചർച്ചകളിൽ പറയുന്ന മണ്ഡലം, BJP നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലം, കേരളം മുഴുവൻ അറിയപ്പെടുന്ന മണ്ഡലം, 2016 BJPക്ക് കൈനീട്ടം കിട്ടിയ മണ്ഡലമാണ് തിരുവനന്തപുരത്ത് ജില്ലയിലെ നേമം മണ്ഡലം. ആ നേമം മണ്ഡലം തന്നെയാണ് RSSന്റെ ഏറ്റവും വലിയ കൈകളിൽ നിൽക്കുന്ന മണ്ഡലം. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ RSS ശാഖകൾ ഉള്ളത് നേമം മണ്ഡലത്തിലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിരവധി വാർഡുകൾ നേമം മണ്ഡലത്തിലുണ്ട്. ഇവിടങ്ങളിൽ ഈ വാർഡുകളിലെല്ലാം തന്നെ BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ നേമം മണ്ഡലം എങ്ങനെയും തിരിച്ചു പിടിക്കണം. അത് രാജീവ് ചന്ദ്രശേഖർ ആകുമ്പോൾ അതിന് കൂടുതൽ എളുപ്പമാവും. കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇനി നിയമത്തിന് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ആരാണെന്നും വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള വിഷനോടുകൂടിയുള്ള പ്രവർത്തനമായിരിക്കും അദ്ദേഹത്തിൽ നിന്നുണ്ടാവുക എന്നുള്ളതും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നഗരഹൃദയത്തോടെ ചേർന്ന് നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് നേമം. വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെയും ഒക്കെയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെയുള്ള മണ്ഡലമാണ്. RSSന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടക്കുന്ന മണ്ഡലമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് അതിലൂടെ തന്നെ RSS അതിന്റെ പ്രവർത്തനങ്ങളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റുള്ളത് ഒന്ന് തിരുവനന്തപുരത്തിന്റെ കഴക്കൂട്ടം മണ്ഡലം. മുരളീധരനാണ് കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ശോഭാ സുരേന്ദ്രനും മത്സരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കാണുന്നില്ല. കാരണം മുരളീധരന് നോട്ടം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ശോഭാ സുരേന്ദ്രന് മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്യും. കഴക്കൂട്ടം മണ്ഡലം ഇത് ഇപ്പോഴത്തെ കടകംപള്ളി സുരേന്ദ്രനാണ്. 2 ടേൺ പൂർത്തിയാക്കിയത് കൊണ്ട് ഇനി മത്സരിക്കാൻ സാധ്യത ഇല്ല. അതുമല്ല, കടകംപള്ളിയെ കുറിച്ച് വളരെ ജനവിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റുമൊക്കെ അവിടെ നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി അദ്ദേഹത്തെ വീണ്ടും മത്സര രംഗത്തേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ മുരളീധരൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മണ്ഡലം ഉടനീളം. പക്ഷെ അവിടെ അതിശക്തമായ മത്സരം നടക്കും. കോൺഗ്രസിൽ നിന്നും കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും കഴക്കൂട്ടത്തിലേക്ക് വരിക. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലം. അധികം ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അവിടെ നിശബ്ദമായ മുന്നേറ്റമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരിക്കുന്നത്. ചാത്തന്നൂർ മണ്ഡലം കൊല്ലം ജില്ലയിലാണ്. അപ്പൊ ഈ ചാത്തന്നൂർ മണ്ഡലത്തിൽ വിജയം ഉറപ്പായിട്ട് കാണുന്നുണ്ട് BJPക്കാർ. അതുകൊണ്ടാണ് RSS അവിടം തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ RSS ഈ 5 മണ്ഡലങ്ങൾ എടുത്തിരിക്കുന്നത്, ഈ 5 മണ്ഡലങ്ങൾ വിജയം ഉറപ്പ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ചാത്തന്നൂർ എടുത്തിരിക്കുന്നത്. ചാത്തന്നൂരിലെ 21 വലിയ മുന്നേറ്റം കുറിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ചാത്തന്നൂർ വലിയ ബുദ്ധിമുട്ടില്ലാതെ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് പാർട്ടിയും RSSും കരുതുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലമാണ്. ഇക്കുറി നോക്കിക്കോ, കായംകുളം മണ്ഡലമായിരിക്കും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന മണ്ഡലം. കാരണം അവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിരിക്കും BJPയിൽ നിന്ന് മത്സരിക്കാൻ പോവുക. കോൺഗ്രസിൽ നിന്ന് അരിത ബാബു ആയിരിക്കും. 2021 അരിത മത്സരിച്ചു. ഒരു ക്ഷീര കർഷകയാണ്. അതുകൊണ്ടൊക്കെയാണ് പാൽക്കാരി എന്നൊക്കെ പറഞ്ഞ് CPMകാർ കളിയാക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കൂടുതൽ വോട്ടാക്കി മാറ്റാനും സഹായിച്ചു. പ്രിയങ്ക ഗാന്ധി വരെ അവിടെ അരിത ബാബുവിന് വേണ്ടി മത്സര രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്.
പ്രതിഭാഹരി ആണ് ഇപ്പോഴത്തെ MLA. പക്ഷെ പ്രതിഭാഹരി ഇനി അടുത്ത തവണ മത്സരിക്കാൻ സാധ്യതയില്ല, മാറ്റി നിർത്തും. അവിടെ വലിയ വിഭാഗീയതയും ഒക്കെ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആലപ്പുഴ ജില്ലയ്ക്കകത്ത് വരുന്നതാണല്ലോ കായംകുളം. ആ വിഭാഗീയത കായംകുളത്തുമുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ സുജാതയായിരിക്കും, CS സുജാത മത്സരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന 3 വനിതാ സ്ഥാനാർത്ഥികളുടെ മണ്ഡലമായിരിക്കും. അപ്പോൾ കായംകുളത്തും RSS നോട്ടമിട്ടുള്ള മണ്ഡലമാണ്. പിന്നീട് വരുന്നത് പാലക്കാടാണ്. പാലക്കാട് ഇവർക്ക് നമുക്കറിയാം, 21-ൽ മെട്രോമാൻ ശ്രീധരൻ അവിടെ വിജയത്തോടടുത്ത് വന്ന ഇടമാണ്. 3000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി വിജയിച്ചത്. പക്ഷെ കോൺഗ്രസ് ഇപ്പോൾ അവിടെ വലിയ വേരോട്ടം നടത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം ഉപതെരഞ്ഞെടുപ്പിലൂടെ. പക്ഷെ അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നതും RSS അതിനെ തക്കതായ രീതിയിൽ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5 മണ്ഡലങ്ങൾ, നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ, കായംകുളം, പാലക്കാട്, ഈ 5 മണ്ഡലങ്ങൾ ഉണ്ട്. അതുകൂടാതെ മറ്റൊരു മണ്ഡലം കൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മണ്ഡലവും. കാരണം അത് സുരേഷ് ഗോപി വിജയിച്ചു വന്നിടമാണ്. തൃശ്ശൂരും RSSന്റെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളതും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നിയമസഭയിലെത്തും എന്നവർ ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നതുമായ മണ്ഡലമാണ്. അപ്പോൾ നേമവും, കഴക്കൂട്ടം, ചാത്തന്നൂർ, കായംകുളം, പാലക്കാട്, തൃശ്ശൂർ എന്നീ 6 മണ്ഡലങ്ങളാണ് RSSന്റെ നോട്ടമിട്ടിരിക്കുന്ന ലിസ്റ്റിൽ വരുന്നവ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.